നീ അങ്ങോട്ടാ വീട്ടിലേക്ക് വരുന്നില്ലേ? അത്യാവശ്യമായിട്ട് സ്ഥലം വരെ പോവാണ്. ഞാൻ പിന്നെ വന്നേക്കാം. അടുത്തെങ്ങും ബസ് കിട്ടുന്ന ലക്ഷണമില്ല. എന്നെ ഒന്ന് വീട്ടിൽ വിട്ടിച്ച് പോയാൽ പോരെ? അയ്യോ, അത് പറഞ്ഞാൽ പറ്റില്ല. എനിക്ക് പോയിട്ട് ധൃതിയുണ്ട്. ഞാൻ വേണേ 5 രൂപ തരാം. ചേച്ചി ഓട്ടോറിക്ഷ പോയിക്കോ. പിന്നെ നിന്റെ ഔദാര്യമൊന്നും എനിക്ക് വേണ്ട. നിന്റെ ഈ സമയത്ത് പോക്ക് എങ്ങോട്ടാണെന്ന് എനിക്കറിയാം. എന്നെ വീട്ടിൽ വിട്ടിച്ച് നീ പോയാൽ മതി. ശല്യമായല്ലോ. ഇപ്രാവശ്യം കടുവാങ്ങ ആര് പറഞ്ഞു അപ്പച്ചനെ ചേച്ചിയോട് സ്നേഹമില്ലെന്ന്? ഇത് കണ്ടില്ലേ, തരുമ്പം ചേച്ചിക്കാണെന്നൊന്നും പറയില്ല. പക്ഷെ കൃത്യമായിട്ട് ഇവിടെ എത്തുന്ന മത്തായിക്കുട്ടി അറിയാം. പിന്നെ എന്തൊക്കെയുണ്ട് വീട്ടു വിശേഷം? അപ്പച്ചന് സുഖം തന്നെയല്ലേ? അങ്ങേർക്ക് എന്തോ അസുഖം വരാനാ? എനിക്ക് വിശക്കുന്നു, ചോറ് വിളമ്പ്. ചേച്ചിക്കൊരു വിശേഷം കേൾക്കണം. എന്താ? ഇപ്രാവശ്യം ഉണ്ടായിരുന്നു അപ്പച്ചന്റെ ഒരു കല്യാണാലോചന. ഏതോ ഒരു ആന്റണിയുടെ മോളാ. 100 പവന്റെ സ്വർണം, 2 ലക്ഷം രൂപയും. എന്താ വളോ? എന്നിട്ട് നീ എന്ത് പറഞ്ഞു? മറുപടി ആസ് യൂഷ്വൽ, തൽക്കാലം വേണ്ടെന്ന് പറഞ്ഞു. പീറ്റർ, നിനക്ക് ആ പെണ്ണിനെ പോയി ഒന്ന് കാണാൻ പാടില്ലായിരുന്നു? ശ്രീധന് ഇഷ്ടമല്ലെങ്കിൽ വാങ്ങണ്ട. അപ്പച്ചന് ആഗ്രഹം ഉണ്ടാവില്ലേ നീ ഒന്ന് കല്യാണം കഴിച്ച് കാണാൻ? കല്യാണം കഴിക്കില്ലെന്ന് ആര് പറഞ്ഞു? അതൊക്കെ സമയം വരുമ്പോ നടക്കും. ഈ വക കാര്യത്തിലൊന്നും ആരും ആരെയും നിർബന്ധിക്കാൻ പാടില്ല. കരിമീനില്ലേ? ഇപ്പൊ കൊണ്ടുവരാം. ഇന്ന് 2 കൂടിയാണെന്ന് തോന്നുന്നു. ആഹാ, സാറ് നേരത്തെ തുടങ്ങിയോ? എനിക്ക് കരിമീനില്ലേ? ഒരെണ്ണമേ ഉണ്ടായിരുന്നുള്ളൂ. അവന് കരിമീൻ വലിയ ഇഷ്ടമാ. എനിക്ക് അതിലും വലിയ ഇഷ്ടമാ. ഇന്നാടോ കൊതിയ? ചേച്ചി, നമുക്ക് ഇവളെ ഒന്ന് കെട്ടിച്ചയക്കണ്ടേ? ഞാനിവിടെ നിൽക്കുന്നതിൽ പീറ്ററിന് എന്താ എത്ര വിഷമം? വിഷമമൊന്നുമില്ല. അല്ല, കാലാകാലങ്ങളിൽ നടക്കേണ്ടത് നടക്കണ്ടേ, അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. ഓ, ഒരു കാർന്നൂര് വന്നിരിക്കുന്നു പെണ്ണ് കെട്ടിക്കാൻ. അല്ല, നിനക്കത് പറയാൻ എന്താ യോഗ്യത? നീ സന്യസിക്കാൻ തീരുമാനിച്ചിരിക്കല്ലേ? അങ്ങനെ പറഞ്ഞു കൊടുക്കുക ചേച്ചി, ബുദ്ധി വെക്കട്ടെ. ആളൊരു പാവ. എല്ലാവരോടും വളരെ ഫ്രീ ആയിട്ട് പെരുമാറും. എപ്പ കണ്ടാലും എന്തെങ്കിലും തമാശ പറയും. എന്നെ രോമാഞ്ചെന്നാ വിളിക്കുന്നത്. ചിലപ്പോ നിത്യവസന്തോന്നും വിളിക്കും. ഞാൻ പ്രേംനസിന്റെ ഫാനാ. ഹായ്. ഹലോ. രാവിലെ കണ്ടപ്പോ ഒരു കാര്യം ചോദിക്കാൻ മറന്നുപോയി. അടുത്ത ഞായറാഴ്ച മനസ്സമ്മതാണെന്നൊക്കെ കേട്ടു. ശരിയാണോ? ആരാണാവോ ജീവിതത്തിലെ രോമാഞ്ചം? ഗൾഫിലാ. ആഹാ, കോളടിച്ചല്ലോ. പിന്നെ ജൂഡി പ്രീ ഡിഗ്രി കഴിഞ്ഞ് കണ്ടിന്യൂ ചെയ്തില്ലല്ലേ? ജൂഡി ഇപ്പോഴും പഴയ വീട്ടിലാണോ താമസം? ജൂഡിയെ നേരത്തെ അറിയോ? അറിയോന്നോ?